ഹലോ ഗേസ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് നമ്മളെ ഗോളിലേക്ക് ഒരു ഓർഗോ ആയിട്ട് പബ്ജി മൊബൈലിൽ ലൈനപ്പ് കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SATയിലും ഇതുപോലുള്ള കൊളാബറേഷനും പാർട്ട്ണർഷിപ്പിലേക്കും വരുന്നു നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗോൾഡി ബൈ റിവീൽ ചെയ്തിരിക്കുകയാണ്. ടെൻസെന്റിന്റെ പോളിസി അനുസരിച്ച് 1 ലൈനപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് BGMAയിൽ നമുക്ക് ആൾറെഡി ഒരു ലൈനപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പബ്ജി മൊബൈലിൽ പിന്നെ ലൈനപ്പുകൾ എടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള പോളിസി ഉണ്ടായതുകൊണ്ട് തന്നെ SATയിൽ പബ്ജി മൊബൈലിലേക്ക് ലൈനപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഗോൾഡി ബൈ പറഞ്ഞിട്ടുള്ളത്. ഗോൾഡിലേക്ക് ആൾറെഡി ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനി എന്താവെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഈ ഒരു പോളിസിയോട് കൂടിയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്ത്യക്ക് ഇന്റർനാഷണൽ സ്ലോട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ലെവലിലുള്ള പോളിസി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്തർഷി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത BGMA ചിൽസ് കപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ട്രോയ് തമിഴൻസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് 6ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 44 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 69 പോയിന്റുമായിട്ടാണ് ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് ടീം എത്തിയിട്ടുള്ളത്. സെക്കൻഡ് ടീം സ്മോക്കേഴ്സ് നിൽക്കുന്നുണ്ട് 59 പോയിന്റുമായിട്ട്. തേർഡ് ഓട്ടോബോട്ട്സ് നിൽക്കുന്നുണ്ട് 53 പോയിന്റുമായിട്ട്. 12ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 38 പോയിന്റുമായിട്ട്. ഇനിയും 2 ദിവസങ്ങളുണ്ട്. അതിനുശേഷമാണ് ടോപ്പ് 16 ടീമുകൾ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്തർഷി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഈവനിങ് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഒരുപാട് സ്പോർട്സ് ഇവന്റുകളുടെ കൂടെ നമ്മൾ ഈ സ്പോർട്സും ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബീഹാർ വെച്ചിട്ടാണ് ഇതിന്റെ ലാൻ ഇവന്റുകൾ നടക്കുന്നത്. നമ്മളെ BGMAയുടെ ലാൻ ഇവന്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 സ്റ്റേറ്റുകളിലായിട്ട് 16 ടീമുകളാണ് മത്സരിക്കുന്നത്. ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും ഒന്നിൽ കൂടുതൽ ടീമുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡേ 1 അവസാനിച്ചപ്പോൾ ടീം തമിഴ്നാടു ആണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന 82 പോയിന്റുമായിട്ട്. തമിഴ്നാടു എക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫോറമിലൊക്കെ ഉണ്ടായിരുന്ന പോക്കോ ഡ്രാഗൺ ഒക്കെയാണ് ഇതിൽ കളിക്കുന്നത്. എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട്. സെക്കൻഡ് നമ്മുടെ ബീഹാർ B ടീം നിൽക്കുന്നുണ്ട് 68 പോയിന്റുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ഇന്നും കൂടിയാണ് ഇതിന്റെ മാച്ചുകൾ. അതിനുശേഷം നമുക്കറിയാം ആരായിരിക്കും ഈ ഒരു കേലോ ഇന്ത്യയുടെ BGMA ഇവന്റിലെ ചാമ്പ്യന്മാരാകാൻ പോകുന്നത്. ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഫുള്ളി ഇവന്റ് ആണ്. പ്ലേയേഴ്സിനുള്ള ഹോട്ടല് എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റിന്റെ വകയാണ് ഫ്രീ ആയിട്ട് ഇതിൽ കൊടുക്കുന്നത്. ഇനി BGMA അല്ലാതെ തന്നെ ഈ ഫുട്ബോൾ ബാക്കിയുള്ള ഗെയിംസുകളൊക്കെ ഈ ഒരു ഇവന്റ് വരാനിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ലെവലിലേക്ക് ഈ സ്പോർട്സ് മുന്നോട്ട് പോകും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഓട്ടോബോട്ട്സ് അവരുടെ BGMA ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫുള്ളി റൈസിംഗ് സ്റ്റാർ ലൈനപ്പിനാണ് ഓട്ടോബോട്ട്സ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് സിൻസിനാറ്റി കിഡിന്റെ വക 2 പ്ലേയേഴ്സ് അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചു. സെറഫും ഷുബും നമ്മളുടെ റക്കനിങ് സ്പോർട്സ് ഉണ്ടായിരുന്ന ഷുബും നമ്മളെ ക്ലച്ച് ഗോണ്ട് ടീം ഉണ്ടായിരുന്ന സെറഫും ആണ് സിൻസിനാറ്റി കിഡിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. SATയിൽ ഇതാ പുതിയൊരു ഗെയിമിലേക്കും കൂടി എൻറ്റർ ചെയ്തിരിക്കുകയാണ്. സ്റ്റാർ ക്രാഫ്റ്റ് 2 എന്ന് പറഞ്ഞ ഗെയിമിലേക്കാണ് SATയിൽ ലൈനപ്പുമായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ അനൗൺസ്മെന്റ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഗുമിഹോ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെയാണ് SATയിൽ സ്റ്റാർ ക്രാഫ്റ്റ് 2 വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണാനായിട്ട് സാധിച്ചു. ഈ സ്പോർട്സ് വേൾഡ് കപ്പിൽ നമുക്ക് നോക്കാം SATയിൽ എത്രത്തോളം വലിയ ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് ആ ഒരു സ്ലോട്ട് ക്വാളിഫൈ ആയിക്കൊണ്ട് SATയിലും കിട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൾറെഡി ഒരുപാട് ഗെയിംസിലേക്ക് SATയിൽ ഇപ്പോൾ എൻറ്റർ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്തൊരു ഇൻഫോ നമ്മൾ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു ആ ലോവർ ബ്രാക്കറ്റിന്റെ ലാസ്റ്റ് ഡേ നടക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്ക് 8ാം തീയതി ആ ഒരു ലാസ്റ്റ് ഡേ ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പോ അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ലൈവ് സ്ട്രീം ആയിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു അതിന്റെ ഡേ 1 മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. വൈൽഡ് ഫാങ്സ് വേറെ ലെവൽ ഡോമിനേഷൻ ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം വൈൽഡ് ഫാങ്സ് മറ്റൊരു ലോ പെർഫോമൻസ് ആണ് BGSലൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും വരാതെയാണ് ഇപ്പൊ അവര് വീണ്ടും കളി തുടങ്ങിയിട്ടുള്ളത്. അതിൽ എടുത്തു വേണ്ട സ്കൗട്ട് ഇല്ലാതെയാണ് ഇപ്പൊ അവര് കളിക്കുന്നത്. എന്നിട്ട് വലിയൊരു ലെവലിലുള്ള പെർഫോമൻസ് ടീമിന് ഇപ്പോൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു A1 പൊസിഷനിലെ ടീമിൽ നിൽക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ടത് ട്രേസ് ഗോഡും സാഫിന്റെയും പെർഫോമൻസ് തന്നെയാണ്. ഫിനിഷസുകളുടെ കാര്യത്തിൽ അവർ അടിപൊളിയായിട്ട് തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാച്ച് 4 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറെ സ്വന്തമായിക്കൊണ്ട് ടോട്ടലി 64 പോയിന്റോട് കൂടിയിട്ടാണ് വൈൽഡ് ഫാങ്സ് ആ ഒരു A1 പൊസിഷനിൽ
നിൽക്കുന്നത്. സെക്കൻഡ് ഓട്ടോബോട്സ് നിൽക്കുന്നുണ്ട്. ഓട്ടോബോട്സും മാച്ച് 3-ൽ 8 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കണിനെ സ്വന്തമായിക്കൊണ്ട് 52 പോയിന്റുമായിട്ടാണ് ആഷ് 2-ൽ നിൽക്കുന്നത്. ലോബ്സ്റ്റർ നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നതിന് തേർഡ് LFP ആണ് നിൽക്കുന്നത്. മാച്ച് 5-ൽ 5 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കണിനും മാച്ച് 6-ൽ 4 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ. അങ്ങനെ ലാസ്റ്റ് 2 മാച്ചുകളിൽ ബാക്ക് ടു ബാക്ക് ചിക്കണിനെ സ്വന്തമായിക്കൊണ്ട് 49 പോയിന്റുമായിട്ടാണ് ആ ഒരു തേർഡ് പൊസിഷനിൽ LFP നിൽക്കുന്നത്. 6ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നതിന് 35 പോയിന്റുമായിട്ട്. സോളിൽ ആ ഒരു പുതിയ പ്ലെയർ വേറെ ലെവല് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഏകദേശം ലെജിറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്റെ 7ാം സ്ഥാനത്ത് മണി മേക്കേഴ്സ് ആണ് നിൽക്കുന്നത് 33 പോയിന്റ് ആയിട്ട്. നമ്മളെ ക്ലച്ച് ഗോഡിന്റെ ടീമാണ്. ക്ലച്ച് ഗോഡിന്റെ ടീമിലാണ് സ്പ്രേ ഗോഡ്, ജോക്കർ, ആദിത്യ ഒക്കെ കളിക്കുന്നത്. 13ാം സ്ഥാനത്ത് നമ്മളെ സാറക്സ് കളിക്കുന്ന വെനം ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 28 പോയിന്റുമായിട്ട്. 15ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 14 പോയിന്റുമായിട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഡേ 2 മത്സരങ്ങൾ സ്കൈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനലിൽ ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത ദിവസം നേരെ ബൈ ഗൈസ്.